മനോജ്, കേൾക്കാമെങ്കിൽ തുടരാം. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോഴും പ്രതിഷേധക്കാർ അവിടെ ഉണ്ടോ അതോ പിരിഞ്ഞുപോയോ? എത്തിച്ചപ്പോഴാണ് BJP പ്രവർത്തകരടക്കം എത്തി വാഹനം തടഞ്ഞതും വലിയൊരു പ്രതിഷേധമുണ്ടായതും. എന്തായാലും വാഹനം തടഞ്ഞതും വലിയൊരു പ്രതിഷേധമുണ്ടായതും. എന്തായാലും എൻ വാസുവിനെ ഇപ്പോൾ മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിലേക്ക് വീണ്ടും എത്തിച്ചിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങൾ തന്നെയാണ് അല്പസമയത്തിന് മുമ്പ് നമ്മൾ കണ്ടത്. എന്തായാലും എൻ വാസുവിനെ ഒരു ദിവസത്തെ കസ്റ്റഡിയിലേക്കാണ് അന്വേഷണ സംഘത്തിനായി വിട്ടു നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിരുന്നു. അത് പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് കോടതി ഒരു ദിവസത്തേക്ക്, അതായത് വൈകുന്നേരം 4 മണിവരെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയിട്ടുള്ളത്. മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം വാസുവിനെ വീണ്ടും കോടതിക്ക് പുറത്തേക്ക് ഇറക്കും. നേരത്തെ പ്രതിഷേധം BJP പ്രവർത്തകരടക്കം ഇവിടെ തുടർന്ന് വന്നപ്പോൾ പോലീസ് എത്തി അവരെ സ്ഥലത്തു നിന്നും മാറ്റിയിരുന്നു. പിന്നീട് അവിടെ നിന്നും കഷ്ടിച്ചാണ് എൻ വാസുവിനെ ഇവിടെ കൊണ്ടുപോയിട്ടുള്ളത്. ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ഈ കോടതിക്ക് മുന്നിൽ ഉണ്ടായി എന്നുള്ളതാണ്. എന്തായാലും ശബരിമല ദ്വാരപാലക കേസിലാണ് എൻ വാസു ആദ്യം പ്രതിയായിട്ടുള്ളത്. 5ാമത്തെ അറസ്റ്റ് കൂടെയായിരുന്നു. എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ കൃത്യമായിട്ടുള്ള തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നുള്ളത് തന്നെയാണ്. കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ കൂടുതൽ കുരുക്ക് മുറുകാനാണ് സാധ്യത. എന്തായാലും പത്മകുമാറും SITക്ക് മുന്നിൽ ഹാജരായിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എൻ വാസുവിലൂടെ പത്മകുമാറിലേക്കും അതിലൂടെ മറ്റു പ്രമുഖരിലേക്കും എത്തുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ കോടതി നടപടിക്രമങ്ങൾ രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. 10 മണിയോടുകൂടി എൻ വാസുവിനെ കോടതിയിൽ ഹാജരാക്കി. അതോടൊപ്പം തന്നെ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയും കോടതി പരിഗണിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം മുരാരി ബാബുവിന് ജാമ്യം നൽകരുതെന്ന് പ്രോസിക്യൂഷൻ വാദമുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് ഈ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി വാദം കേൾക്കുന്നുണ്ട്. എന്തായാലും കൊല്ലം വിജിലൻസ് കോടതിയിലാണ് ഈ നടപടിക്രമങ്ങളെല്ലാം തുടർന്നു വരുന്നത്. എൻ വാസുവിനെ വീണ്ടും ഇപ്പോൾ കോടതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ചോദ്യം ചെയ്യലിന് ശേഷം, അതായത് കസ്റ്റഡിയിൽ വിട്ടതിന് ശേഷം വീണ്ടും എൻ വാസുവിനെ ഇവിടേക്ക് തന്നെ കൊണ്ടുവരും എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ കേസിൽ പ്രതിയായിട്ടുള്ള മുൻ ദേവസ്വം കമ്മീഷണറായിരുന്ന പ്രസിഡന്റായിരുന്ന എൻ വാസു ഇപ്പോൾ വിജിലൻസ് കോടതിക്കുള്ളിലാണ്, കോടതി മുറിക്കുള്ളിലാണ്. വൈദ്യപരിശോധനകൾക്ക് ശേഷം അല്പസമയത്തിനകം തന്നെ SIT സംഘം ഇവിടെ നിന്നും കൊണ്ടുപോകും. എന്തായാലും വലിയൊരു പ്രതിഷേധം ഇവിടെ നമുക്ക് നേരത്തെയും കണ്ടിരുന്നു എന്നുള്ളതാണ്. BJP പ്രവർത്തകരൊന്നും തന്നെ പിരിഞ്ഞു പോയിട്ടില്ല. പല സ്ഥലങ്ങളിലായി അവരുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് എല്ലാ ഭാഗങ്ങളിലും നടന്നു വരുന്നത്. എന്തായാലും ഈ അധികാര കേന്ദ്രങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇവർ നടത്തിയിട്ടുള്ള ഈ കൊള്ള, അതിൽ ആരുടെയൊക്കെ പിന്തുണ ലഭിച്ചിട്ടുണ്ട്, ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ട്, സർക്കാരിന്റെ ഏതൊക്കെ തരത്തിലുള്ള സഹായം ഇവർക്ക് ലഭിച്ചു വന്നു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ അത്തരത്തിലുള്ള വിവരങ്ങൾ കൂടെ പുറത്തു വരുമെന്ന് തന്നെയാണ് നമ്മൾ അറിയുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ കഴിഞ്ഞ ദിവസം എത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ, അതായത് DYSP റാങ്കിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ ഇന്നും ഈ വാസുവിനൊപ്പം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കൂടുതൽ പോലീസ് സംരക്ഷണയിലാണ് എൻ വാസുവിനെ കോടതിയിലേക്ക് എത്തിക്കുന്നതും പുറത്തേക്ക് കൊണ്ടുപോകുന്നതും. അത്രയധികം സംരക്ഷണം കൊടുക്കുന്നതിന്റെ സാഹചര്യം ഇവിടെ പ്രതിഷേധം ശക്തമാണ് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും എൻ വാസുവിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ CPMന്റെ സജീവ പ്രവർത്തകനായിരുന്ന എൻ വാസു, പഞ്ചായത്ത് സെക്രട്ടറി, അതോടൊപ്പം തന്നെ എക്സൈസ് മന്ത്രിയായിരുന്ന ആ ഒരു കാലത്ത് മന്ത്രിയുടെ വിശ്വസ്തനും, അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോലും വലിയ തരത്തിലൊരു കാര്യസ്ഥനായി പ്രവർത്തിച്ച എൻ വാസു എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ എൻ വാസുവിന്റെ CPM ബന്ധങ്ങളെല്ലാം തന്നെ നേരത്തെ പുറത്തു വന്നിരുന്നു. രാഷ്ട്രീയ പ്രവർത്തകനായി അദ്ദേഹം പ്രവർത്തിച്ചു വന്നിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു വിശ്വാസിയല്ലാത്ത ആൾ ഇത്തരത്തിൽ ശബരിമല പോലുള്ള ഒരു മഹാക്ഷേത്രത്തിൽ അധികാര കേന്ദ്രത്തിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് നമ്മൾ ഓരോ ദിവസവും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ വാസുവിലൂടെയാണ് ഇനി പല പ്രമുഖരിലേക്കും എത്തിച്ചേരുന്നത്. എന്തായാലും എൻ വാസുവിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പല മേഖലയിൽ നിന്നും നമ്മൾ കഴിഞ്ഞ ദിവസം അടക്കം കണ്ടതാണ്. ഈ എൻ വാസു കേസിൽ പ്രതിയായപ്പോൾ ആദ്യമൊന്നും തന്നെ തള്ളിപ്പറയാൻ തയ്യാറാവാത്ത CPM നേതൃത്വം പിന്നീട് അവരെയൊക്കെ അറിയില്ല എന്നുള്ള മട്ടിലുള്ള പ്രതികരണമൊക്കെ നടത്തിയെങ്കിലും പാർട്ടിക്കൊരിക്കലും എൻ വാസുവിനെ മാറ്റി നിർത്താൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. മുഖ്യമന്ത്രിക്ക് ഒരിക്കലും എൻ വാസുവിനെ മാറ്റി നിർത്താൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്.